يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഈ അന്തസ്സുള്ള സമുദായം മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ചും അത് അനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചും പറഞ്ഞത് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ എന്നാണ്. തീർച്ചയായും ഇസ്സത്തും അന്തസ്സുമൊക്കെ അല്ലാഹുവിനുള്ളതാണ്. വലിറസൂലിഹി, അല്ലാഹു അയച്ചിട്ടുള്ള തിരുദൂതരായ റസൂലിനുമുള്ളതാണ്. വലിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്കുമുള്ളതാണ്. അഥവാ ഇസ്ലാമും ആ ഇസ്ലാം അനുഷ്ഠിക്കുന്ന മുസ്ലിമീങ്ങളും ഏത് കാലത്തും ആരുടെയും മുമ്പിൽ ചൂളിപ്പോകാതെ അന്തസ്സോടെ ജീവിക്കുവാൻ കഴിവുള്ളവരാണ്, അതിന് കഴിയേണ്ടവരാണ് എന്നർത്ഥം. എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുവാനും സാധിക്കും. പക്ഷേ അതിന് ഇസ്ലാം ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഒരിക്കലും ആരുടെയും മുമ്പിൽ നിന്ദിതരാവേണ്ടതില്ല. നിങ്ങൾ സങ്കടപ്പെടേണ്ടവരല്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടവരുമല്ല. വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങളാണ് വിജയികൾ. പക്ഷേ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന കണ്ടീഷനോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്തും അതുപോലെ തന്നെ വിജയവും പ്രതാപവുമൊക്കെ ഓഫർ ചെയ്തിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. യൂശിക്കുൽ ഉമം, മറ്റുള്ള സമുദായങ്ങൾ നിങ്ങളുടെ മേൽ ചാടി വീഴുന്ന ഒരവസ്ഥ വരും. ഏതുപോലെ? കമാ തദാഇൽ അകലതു ഇലാ ഖസ്അതിഹാ, ഭക്ഷണം നിറച്ചിട്ടുള്ള ഭക്ഷണ പാത്രത്തിലേക്ക് ആളുകളുടെ കൈകൾ നീണ്ടുവരും പോലെ ആളുകൾ ഒന്നായി ഈ സമുദായത്തെ ആക്രമിക്കുവാനും ഈ സമുദായത്തെ അപമാനിക്കുവാനും ഈ സമുദായത്തെ ചോദ്യം ചെയ്യുവാനും ഒരുപാട് ആളുകൾ ഇതിന്റെ ചുറ്റും ഭക്ഷണത്തളികയിലേക്ക് കൈകൾ നീട്ടുന്നത് പോലെ ഈ ഉമ്മത്തിന് നേരെ പാഞ്ഞെടുക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അത് കേട്ട് നിൽക്കുന്ന സഹാബിമാരിൽ ഒരാൾ ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ ഞങ്ങളുടെ നേരെ ശത്രുക്കൾ പാഞ്ഞെടുക്കുക? നബി തങ്ങൾ പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, അതൊന്നുമല്ല വിഷയം. നിങ്ങളന്ന് ഒരുപാട് ആളുകൾ ഉണ്ടാകും, നിങ്ങളുടെ അംഗസംഖ്യയും നിങ്ങളുടേതായ ആധിക്യവും ഒക്കെ ധാരാളം ഉണ്ടാകും. പക്ഷേ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈലി, നിങ്ങളുടെ അവസ്ഥ ഏതുപോലെയായിരിക്കും? മലവെള്ളപ്പാച്ചിലൂടെ ഒഴുകി വരുന്ന ചപ്പ് ചണ്ടി ചവറുകളെ പോലെയായിരിക്കും നിങ്ങൾ. ഒന്നിനും കൊള്ളാത്ത ഒരു സമുദായമായി നിങ്ങൾ മാറും. എന്താ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്താണ്? വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും, നിങ്ങളെ കുറിച്ച് ശത്രുക്കൾക്ക് ആദ്യം ഒരു ധാരണയുണ്ടായിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അന്തസ്സുറ്റ മതമാണ്, അതനുഷ്ഠിക്കു പോരുന്ന മുസ്ലിമീങ്ങളൊക്കെ അന്തസ്സുള്ളവരാണ്, അവരോട് കളിക്കുമ്പോ സൂക്ഷിക്കണം, അവര് അന്തസ്സുള്ളവരാണ്, അവര് നല്ല ഇസ്ലാമികമായ ബോധവും ബോധ്യവുമുള്ളവരാണ് എന്ന ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അള്ളാഹു ആ ഭയത്തെ, നിങ്ങളെ കുറിച്ചുള്ള ആ ഭയത്തെ ആദ്യം ആ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും, അതാദ്യം നഷ്ടപ്പെടും. പിന്നെ എന്താ സംഭവിക്കുന്നത്? വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹ്ന, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല ഇട്ടുതരും അൽ വഹ്ന. വഹ്ൻ എന്ന് പറയുന്ന മാരകമായ ഒരു സ്വഭാവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തൽസ്ഥാനത്ത് സ്ഥാനം പിടിക്കും. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൽ വഹ്ൻ, എന്താണ് ഈ വഹ്ൻ എന്ന് പറഞ്ഞാൽ? നബി തങ്ങൾ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോട് നിങ്ങൾക്ക് വല്ലാത്ത പ്രേമം, ഈ ലോകത്ത് ജീവിക്കണമെന്നും ഈ ലോകത്ത് ഒരുപാട് സമ്പാദിക്കണമെന്നും ഈ ലോകത്ത് കുറെ സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നും ഈ ലോകത്ത് അധികാരം കിട്ടണമെന്നും ഈ ലോകത്തുള്ള ആളുകളൊക്കെ തന്നെ കണ്ടാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണമെന്നും, അങ്ങനെ ദുനിയാവിനോടൊരു വല്ലാത്ത പ്രേമം. വകറാഹിയത്തുൽ മൗത്ത്, മരിച്ചു പോകുന്നതിനെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ മരണം ഓർക്കുന്നത് പോലും നിങ്ങൾക്ക് പേടിയും വെറുപ്പുമുള്ള, അങ്ങനെ മരിക്കാൻ പേടി, ദുനിയാവിനോടും ജീവിതത്തോടും വല്ലാത്ത മോഹവും ആർത്തിയും സ്നേഹവും, ഈ ദുർബലത നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരും. ആ കാലഘട്ടത്തിലാണ് ശത്രുക്കൾ വിശന്നൊട്ടിയവൻ ഭക്ഷണപാത്രത്തിലേക്ക് ആർത്തിയോടെ അവന്റെ കൈകൾ നീട്ടുന്നത് പോലെ മുസ്ലിം സമുദായമേ, നിങ്ങളുടെ നേരെ ശത്രുക്കൾ അവരുടെ കൈകളും ദ്രംഷ്ടങ്ങളും നീട്ടുക എന്നാണ് മഹാനായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ആലോചിക്കണം, ഈ ഉമ്മത്തിനെ നശിപ്പിക്കുവാനും തകർക്കുവാനും ശത്രുക്കൾ കണ്ടെത്തിയ മാർഗം നിങ്ങൾ ശരിക്ക് ബോധവാന്മാരാകണം. ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ അകറ്റുവാൻ അവർ കണ്ട മാർഗം ഇസ്ലാം ശരിയല്ല എന്ന് ആദ്യം പറയലല്ല, ദൈവമില്ല എന്ന് ആദ്യം പറയലല്ല, റസൂലുള്ള ഇല്ല എന്ന് പറയലല്ല, ഖുർആനിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയലല്ല. മറിച്ചവർ ആദ്യം കണ്ടെത്തിയ മാർഗം എന്താണ്? ഇസ്ലാമിനെ തകർക്കുവാൻ അവർ കണ്ടെത്തിയ ഒന്നാമത്തെ മാർഗം, ഒറ്റയടിക്ക് ഇതിനെ എതിർക്കാതെ പതുക്കെ പതുക്കെ ഞെക്കിക്കൊല്ലാനാണ് ശത്രുക്കൾ തീരുമാനിച്ചത്. അതിനവർ കണ്ടെത്തിയ മാർഗം, ഓരോ വീടുകളിലും ഇസ്ലാമിനെ എതിർക്കുന്ന ഒരു മെമ്പറെങ്കിലും ഉണ്ടാകണമെന്നും ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തോട് പറയാൻ പറ്റിയതല്ലെന്നും അതങ്ങ് 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ കാട്ടറബികൾക്കുള്ള നിയമമാണെന്നും ഇന്നിന്റെ കാലഘട്ടത്തോട് യോജിക്കുന്ന നിയമങ്ങളല്ല ഖുർആനിലും ഹദീസിലും ഉള്ളതെന്നും മുസ്ലിമീങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം എന്നാണ് ശത്രു കണക്ക് കൂട്ടിയത്. അതിനവർ ചെയ്ത ഒന്നാമത്തെ മാർഗം, മതത്തോടുള്ള ആഭിമുഖ്യം ഇല്ലാതാക്കി തീർക്കുവാൻ അവരെന്ത് ചെയ്തു? ആളുകളുടെ മുമ്പിൽ അവരൊരു ശക്തമായ പ്രോപ്പഗണ്ട നടത്തുകയുണ്ടായി. അതെന്താണ്? ജനങ്ങളെ, മതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നവയാണ്. മതങ്ങൾ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും ആസ്വാദനങ്ങളെയും സുഖങ്ങളെയും തകർക്കുകയും എതിർക്കുകയും ചെയ്യുന്നതാണ് മതങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് കണ്ണുണ്ട്, ആ കണ്ണുകൊണ്ട് ഇഷ്ടമുള്ളത് കാണാനും
കാതുകൊണ്ട് ഇഷ്ടമുള്ളത് കേൾക്കാനും, നാവ് കൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ പറയാനും, ഹൃദയം കൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചിന്തിക്കാനും, അതേപോലെ തന്നെ ലൈംഗികമായ അവയവം കൊണ്ട് തനിക്ക് എവിടെയാണോ മോഹം തോന്നുന്നതെങ്കിൽ അവിടെ പോയി ആ ദാഹം തീർക്കുവാനുമൊക്കെ നിങ്ങൾക്ക് പ്രകൃതിയായി ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ അരുതെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വതന്ത്രമായ കണ്ണിനെ മൂടിക്കെട്ടുന്ന, നിങ്ങളുടെ സ്വച്ഛമായ കാതുകളെ മൂടിക്കെട്ടുന്ന, നിങ്ങളുടെ നാക്കിന് കൂച്ചുവിലങ്ങിടുന്ന, നിങ്ങളുടേതായ ചിന്താശേഷിക്ക് കൂച്ചുവിലങ്ങിടുന്ന, നിങ്ങളുടെ ലൈംഗികദാഹത്തിന്റെ മോഹങ്ങളെ നിങ്ങൾ അടിച്ചമർത്തി നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പറയുന്ന കാട്ടാളത്തിന്റെയും പാരതന്ത്ര്യത്തിന്റെയും മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സർവ സ്വാതന്ത്ര്യത്തിനും സുഖങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും എതിരാണെന്നും കേവലം അപരിഷ്കൃതരായ ചില സന്യാസിമാരുടെയും ആ വിധത്തിലുള്ള ചില ചിന്താഗതിക്കാരുടെയും ഒക്കെ മതവും തത്വശാസ്ത്രവുമാണ് ഇസ്ലാം എന്ന് ജനങ്ങളുടെ മുമ്പിൽ അവർ പ്രോപ്പഗണ്ട ഇറക്കി. ഒന്നാമത്തെ പ്രചരണം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇത് മൊത്തത്തിൽ മനുഷ്യർക്കെതിരാണ് മതമെന്ന് വരുത്തി തീർക്കാനായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ പ്രചരണം അവർ നടത്തിയത് മാനവിക സമൂഹത്തിൽ നിന്നുള്ള പകുതിയായ സ്ത്രീകളെ മാറ്റിവെച്ചുകൊണ്ടാണ്. ആ സ്ത്രീ സമൂഹത്തോട് അവർ പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. നിങ്ങളുടേതായ ഇഷ്ടം പോലെ വേഷം ധരിക്കാനും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് ഇഷ്ടമുള്ള സമയത്ത് സഞ്ചരിക്കുവാനും, ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുവാനും, നിങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യണോ അതൊക്കെ ചെയ്യുവാനും സ്വാതന്ത്ര്യമുള്ള ഒരവസ്ഥയിലാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അതിനെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് നിങ്ങൾ ഇന്ന വേഷമേ ധരിക്കാവൂ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊന്നും വേഷം ധരിച്ച് നിങ്ങളുടെ നഗ്നത വെളിപ്പെടുത്താനൊന്നും പാടില്ല എന്നിങ്ങനെ നിങ്ങളെ കൊണ്ട് ഹിജാബിന്റെ ഉള്ളിൽ നിങ്ങളെ അടിച്ചമർത്തി, 4 അടുക്കളയുടെ ചുവരുകൾക്കുള്ളിൽ നിങ്ങളെ അടിച്ചമർത്തി, നിങ്ങളുടേതായ എല്ലാ മേഖലകളിലും നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങളെ തകർക്കുവാനും, നിങ്ങളെ പിറകോട്ടടിക്കുവാനും, നിങ്ങളെ നശിപ്പിക്കുവാനും, നിങ്ങളെ കേവലം പെറ്റുകൂട്ടുവാനുള്ള പ്രസവയന്ത്രങ്ങളും അടിമകളും പേറ്റുയന്ത്രങ്ങളുമാക്കുവാനാണ് ഇസ്ലാമും ഖുർആനും പറയുന്നത് എന്ന് ഒളി അജണ്ടകളിലൂടെ നമ്മുടെ കുട്ടികളെ അവർ പഠിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഓരോ വീടുകളിലും ഇവരുടേതായ ആശയങ്ങൾ, അതിലും കുറെയൊക്കെ കാര്യമുണ്ട് എന്ന് പറയുന്ന മെമ്പർമാർ, അവരൊരു പക്ഷേ നമ്മുടെ ആങ്ങളമാരായിരിക്കാം, നമ്മുടെ പെങ്ങന്മാരായിരിക്കാം, നമ്മുടെ തന്നെ മക്കളായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം. ഓരോ വീടുകളിലും ഈ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകളെ വളർത്തിയുണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുവാനും, എവിടെ ഏതെല്ലാം വിധത്തിൽ മനുഷ്യൻ ഇവിടെ ജീവിക്കണോ ആ വിധത്തിലൊക്കെ ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ തലങ്ങളെയും ഇസ്ലാം ഇവിടെ കെട്ടിപ്പൂട്ടി അതിനെ തടുത്ത് തകർക്കുകയാണ് എന്നുള്ള പ്രചരണം നടത്തിയപ്പോൾ മനുഷ്യരെ പിറകോട്ട് വലിക്കുവാൻ കുറെയൊക്കെ ലിബറൽ മതക്കാർക്ക് സാധിച്ചു. ഈ മതത്തിന്റെ പേര് ലിബറൽ മതമെന്നാണ്. ഇസ്ലാമിന്റെ നേരെ ഓപ്പോസിറ്റായി ഞാൻ പറഞ്ഞ പ്രോപ്പഗണ്ടകൾ മനുഷ്യരുടെ നേരെയും സ്ത്രീകളുടെ നേരെയും ഒക്കെ ഉയർത്തിയിട്ട് നമ്മുടെ വീടുകളിൽ പോലും ഈ മതത്തിന്റെ അനുയായികളെ ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടി അതിശക്തമായ ചരടുവലികളും ഒളി അജണ്ടകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മതം ലിബറൽ മതം എന്നാണ് നിങ്ങൾ അതിനെ വിളിക്കേണ്ടത്. ആ നിലക്കാണ് വരുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലിബറലുകൾ ഉയർത്തിവിടുന്ന വാദങ്ങളൊക്കെ വിഡ്ഢിത്തമാണെന്നും മറിച്ച് മനുഷ്യ പ്രകൃതിക്ക് യോജിക്കുന്ന നിയമങ്ങളാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും പഠിപ്പിച്ചിട്ടുള്ളതെന്നും മനുഷ്യർ മനസ്സിലാക്കുകയാണല്ലോ ഈ ഭീഷണിയെ നേരിടാനുള്ള മാർഗം. അതിനെന്തുണ്ട് വഴി? അതിന് മനുഷ്യൻ മതം പഠിക്കണം, മതവിദ്യാഭ്യാസം നേടണം. അതിനു ലിബറലുകൾ കണ്ടെത്തിയ വഴി എന്താണ്? മതവിദ്യാഭ്യാസത്തോട് സമൂഹത്തിന് വൈമുഖ്യം വളർത്തുക, ഒരു തരം വെറുപ്പുണ്ടാക്കുക. മതവിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ മനസ്സിൽ അതെന്തോ ഭീകരവാദികളുടെ കേന്ദ്രമാണെന്ന് പ്രോപ്പഗണ്ട വളർത്തുക. ദേശീയാടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നത് മദ്രസകൾ തീവ്രവാദത്തിന്റെ വളർത്ത് കേന്ദ്രങ്ങളാണെന്നാണ്.
ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഒരു അന്യനെ ഒരായുധം കൊണ്ട് ആക്രമിക്കുന്നത് പോയിട്ട് ഒരു മൊട്ടു സൂചി കൊണ്ട് അന്യരെ ആക്രമിക്കാനുള്ള ആഹ്വാനമെങ്കിലും 1 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള മദ്രസയുടെ പാഠപുസ്തകങ്ങളിൽ എവിടെയെങ്കിലും അത് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല എന്ന് ശത്രുവിനും അറിയാം. എന്നാലും പ്രചരണം നിർത്തുന്നില്ല. മദ്രസ വിദ്യാഭ്യാസത്തോട് ജനങ്ങൾ പുറംതിരിഞ്ഞാലേ ഭാവി തലമുറ മതമില്ലാത്തവരാവുകയുള്ളൂ എന്ന് ശക്തമായ കണക്ക് കൂട്ടൽ ഇവിടെയുള്ള ലിബറൽ മതക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ഒരു ചിന്താഗതി സമൂഹത്തിൽ അങ്ങനെ വളർത്തി ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. മദ്രസയിൽ പോയ കുട്ടികളൊക്കെ പൊട്ടന്മാരാവാണ് എന്ന് പറഞ്ഞു മദ്രസ പൊട്ടൻ എന്നിങ്ങനെ പ്രത്യേകമായ നിലക്കവർ കമന്റ് ബോക്സുകൾ എഴുതി നിറക്കാൻ തുടങ്ങി. ചില രക്ഷിതാക്കൾക്കെങ്കിലും അതിലുമില്ലേ കുറെയൊക്കെ ശരി എന്ന് തോന്നുന്നിടത്തേക്ക് എത്തി. മദ്രസകളിലെ ആരൊക്കെയോ എവിടെയൊക്കെയോ ചില പീഡനങ്ങൾ നടത്തിയപ്പോ മദ്രസകളിൽ കേവലം പീഡന കേന്ദ്രങ്ങളാണെന്ന് പ്രചരിപ്പിക്കുവാൻ ചിലർ ആയുധങ്ങളാക്കി മാറ്റി. ഈ വിധത്തിലൊക്കെ മദ്രസയെ പിറകോട്ട് വലിക്കുവാനുള്ള കുതന്ത്രങ്ങൾ, രക്ഷിതാക്കൾ പലരും അതിൽ വീഴുന്ന അവസ്ഥ നമ്മൾ ആലോചിക്കുക. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ഉമ്മകളും സഹോദരനും ആലോചിക്കേ, മദ്രസകളോടുള്ള നമ്മുടെ നിലവാരം എന്താണ്? നമ്മുടെ പ്രത്യേകമായ കാഴ്ചപ്പാട് എന്താണ്? സ്കൂളുകളിൽ പരീക്ഷ പ്രഖ്യാപിച്ചാൽ മതി, നമ്മൾ മദ്രസകളാണ് ലീവാക്കുന്നത്. ഖുർആൻ പഠനവും ഹദീസ് പഠനവും നമ്മൾ ലീവാക്കുകയാണ്. എന്തേ കാരണം? അവിടെ പരീക്ഷ വരികയാണ് സ്കൂളിൽ. അതേ അവസരത്തിൽ മദ്രസയിലെ പരീക്ഷയ്ക്ക് നിങ്ങളുടെ കുട്ടികൾ എത്ര പേരതിന് അധ്വാനിക്കുന്നുണ്ട്? നിങ്ങളുടെ കുട്ടിക്ക് തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ അറിയാമോ എന്ന എത്ര ചിന്ത നിങ്ങൾക്കുണ്ട്? എന്റെ കുട്ടി മതവിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഏതെല്ലാം അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്ന ഒരവസ്ഥയെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം ചിന്തിക്കുന്നുണ്ട്? ആ ഒരവസ്ഥയല്ലേ ഇന്ന് മതവിദ്യാഭ്യാസത്തോടുള്ളത്? ഉമ്മമാര് ചിന്തിക്കണം. മദ്രസ വിദ്യാഭ്യാസം ഇല്ലായിരുന്നുവെങ്കിൽ, മദ്രസ വിദ്യാഭ്യാസം കൂടി ഈ ലോകത്തിന് നഷ്ടപ്പെട്ടു പോയാൽ ദീന് പഠിക്കുവാനുള്ള സർവ്വ അവസരങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയായിരിക്കും ഫലം. അതുകൊണ്ട് അതിനെതിരെയുള്ള ഓരോ നീക്കങ്ങളെയും കരുതിയിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതാ ശബ്ദം കേൾക്കുന്നു. സ്കൂളുകളുടെ സമയമാറ്റം എന്തിലേക്കാണ് കൊണ്ടുപോകുന്നത്? 9:30 കുട്ടികളും അധ്യാപകരും ഒക്കെ സ്കൂളുകളിൽ എത്തണമെന്ന് വരുമ്പോൾ ഇപ്പോൾ തന്നെ 10 മണിക്ക് പ്രവൃത്തി സമയമായിട്ട് പോലും മദ്രസകളിലേക്ക് വിടാൻ രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല. മദ്രസ വിട്ട് വരുമ്പോഴേക്ക് സ്കൂൾ ബസ് വരും, കുട്ടികളെ ഒരുക്കി അയക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ആഴ്ചയിലൊരിക്കൽ 1 മണിക്കൂർ മാത്രമൊക്കെ മദ്രസ വിദ്യാഭ്യാസത്തെ ചുരുക്കി ഒതുക്കിയപ്പോൾ ഈ രൂപത്തിലുള്ള നിയമങ്ങൾ കൂടി വന്നാൽ ആദ്യമേ ഈ വിഷയത്തോട് വൈമുഖ്യമുള്ള തലമുറക്ക്, സമൂഹത്തിന് ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഇനി മദ്രസ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതും ലിബറലുകൾ ഇങ്ങനെയാണ് ഒളിയ ചണ്ടയായി കടത്തിക്കൊണ്ടുവരിക. ഒറ്റയടിക്ക് അതിന്റെ കഴുത്തറക്കുകയല്ല, പതുക്കെ പിഴിഞ്ഞ് ഞെക്കിക്കൊല്ലുകയാണ് ഇവർ സ്വീകരിക്കുന്ന ഒരു കുതന്ത്രം. ഇത് ഈ ഉമ്മത്ത് തിരിച്ചറിഞ്ഞിട്ടില്ല, ഈ സമുദായം ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കിട്ടേണ്ട നന്മകൾ കുറയുകയാണ്. നമുക്ക് ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കേണ്ടുന്ന നന്മകളുടെ അളവുകൾ കുറയുകയാണ്. അതേ അവസരത്തിൽ ആ നന്മകളെ ഹൈജാക്ക് ചെയ്യുവാൻ വേണ്ടി ഇവിടെയുള്ള തിന്മയുടെ പ്രചാരകർക്കാവട്ടെ മണിക്കൂറുകൾ ധാരാളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒളിയ ചണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി ധാരാളക്കണക്കിന് സമയങ്ങളാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതനിയമങ്ങൾ പാലിക്കുന്നവരൊക്കെ അപരിഷ്കൃതരായ, ഒന്നിനും കൊള്ളാത്ത, ലോകം തിരിയാത്തവരാണെന്നും മുസ്ലിമീങ്ങളെന്ന് പറയപ്പെടുന്നവർക്ക് തന്നെ ഇതൊക്കെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കുറേശ്ശെയായി മുളപൊട്ടുവാൻ തുടങ്ങി എന്നുള്ളതാണ് ലിബറലുകൾ ഇവിടെ നേടിയ വിജയത്തിന്റെ ആകത്തുക. അതുകൊണ്ട് എനിക്കെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അങ്ങനെ തിന്മകളുടെ പ്രചാരകരായ ലിബറൽ മതക്കാർക്ക് സന്തോഷിക്കുവാനുള്ള മാർഗങ്ങളെ നമ്മളായിട്ട് എളുപ്പമാക്കി കൊടുക്കരുത്. പലപ്പോഴും ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏത് മേഖലയിൽ നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെയൊക്കെ എന്ത് തോന്നിവാസം ആരൊക്കെ കൊണ്ടുവന്നാലും അതൊക്കെ ഏറ്റെടുക്കാനും അതിനൊക്കെ സിന്ദാബാദ് പറയാനും
അതൊക്കെ കേട്ട് തുള്ളിച്ചാടാനും മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഇന്ന് ആളുകളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കേ, മുസ്ലിം സമുദായത്തിൽ തന്നെ ആരൊക്കെ എന്തൊക്കെ വലിയ അജണ്ടകൾ ഇതിലേക്ക് കടത്തിക്കൊണ്ട് വന്നാലും എന്താ അതിന് കുഴപ്പം, എന്താ അതിനൊക്കെ തകരാറ് എന്ന് ചോദിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ തന്നെ ഉണ്ട് എന്നാണ് പ്രശ്നം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് ചോദിക്കുന്നത് എന്താണെന്നറിയോ? കുറച്ച് പിന്തിരിപ്പന്മാർക്കാണ് ഇവിടെ പ്രശ്നം, മൊത്തം മുസ്ലിമീങ്ങൾക്ക് ഇതിലൊന്നും ഒരു എതിർപ്പുമില്ല എന്ന പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വരി നിങ്ങൾ മറക്കരുത്. മുസ്ലിമീങ്ങൾക്ക് ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കൊണ്ടുവരുന്ന ഈ പ്രത്യേകമായ പരിഷ്കാരങ്ങളൊക്കെ സ്വീകരിക്കാനും നടപ്പിൽ വരുത്താനും ആടാനും പാടാനും ഡാൻസ് ചെയ്യാനും തുള്ളാനും നഗ്നമേനി പ്രദർശിപ്പിക്കാനും സ്വവർഗരതിയുടെ സ്വയംഭോഗത്തിന്റെ ദിനമാചരിക്കാനും ആർത്തവം ആചരിക്കുവാനും അതേപോലെ തന്നെ മോശപ്പെട്ട വിധത്തിലുള്ള ഒരുപാട് വൃത്തികേടുകൾ ചെയ്യാനുമൊക്കെ ഇവിടെ മുസ്ലിം ഉമ്മത്തിലാർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രശ്നം ആയിരിക്കാം, കേവലം ചില പിന്തിരിപ്പന്മാർക്കാണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളിലെ ഒരു വിഭാഗത്തെ അങ്ങ് അരിക്കാക്കി അവരെ അങ്ങ് ഒറ്റപ്പെടുത്തി മറ്റുള്ളവരെയും കൊണ്ട് സമുദായത്തെ തകർക്കാനും വെട്ടി നശിപ്പിക്കുവാനും അകത്ത് നിന്ന് തന്നെ ധാരാളം കോടാലി കൈകളെ ലിബറലുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും വലിയ അപകടവും. ഒരു വീട് ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിനെ ആക്രമിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതേ അവസരത്തിൽ ആ വീട്ടിൽ തന്നെ ഭിന്നതയുണ്ടായി, ആ വീട്ടിൽ തന്നെ മറുശബ്ദമുണ്ടായാൽ ആ വീട്ടുകാരെ ആക്രമിക്കാനും കീഴടക്കാനും എളുപ്പമാണ്. ശത്രുക്കൾ ഇത് നന്നായി മനസ്സിലാക്കിയവരാണ്. ഇതാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നം. ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന, ലിംഗസമത്വം എന്ന് പറയുന്ന നിയമം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ലിംഗം എന്നൊക്കെ പറയുന്നത്? ആർജിതമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാനോ നിങ്ങളോ ജനിച്ചു വീഴുമ്പോഴുള്ളതല്ല എന്റെ യഥാർത്ഥത്തിലുള്ള ജെൻഡർ. എന്റെ ലിംഗം എന്ന് പറയുന്നത് ഞാനാണോ പെണ്ണോ എന്നുള്ളത് ഇനി ഹോസ്പിറ്റലിൽ വെച്ച് അത് എഴുതി കൊടുക്കേണ്ടതല്ല. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കഴിഞ്ഞ് വന്ന് പ്രായം കുറെ ആയി ഒരു 18 വയസ്സ് വരെ ഇങ്ങനെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കും ഞാൻ ആണാണോ ഞാൻ പെണ്ണാണോ. ഞാൻ ആണാണെന്ന് പറഞ്ഞാൽ ഞാൻ ആണാണ്, ഞാൻ പെണ്ണാവാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പെണ്ണാവും. ഇതാണ് ഇന്നത്തെ, ഇത് നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. എത്ര രക്ഷിതാക്കൾക്കതറിയാം, എത്ര ആളുകൾക്കതറിയാം. നിങ്ങളെ മക്കൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ആണും പെണ്ണൊന്നും വ്യത്യാസമല്ല, എല്ലാവരും ഒരുമിച്ചിരിക്കണം, എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ മതക്കാരാണ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്, മതമാണിതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന വരി അതിലില്ലെന്നേയുള്ളൂ. അതാ ഞാൻ പറയുന്നത്, ലിബറലുകൾ എപ്പോഴും ഒളിച്ചു കടത്തലാണ് ചെയ്യുക, നേർക്ക് നേരെ പറയില്ല, ഞെക്കി ഞെക്കി കൊല്ലും. അവിടെയാണ് രക്ഷിതാക്കളെ നിങ്ങൾ ഉണരേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് നടപ്പിലാക്കിയാലും അതൊക്കെ ഏറ്റെടുക്കാൻ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ആളുകളുണ്ട്. സൂംബ ഡാൻസിന്റെ വിവാദം അവസാനിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും ആളുകൾക്കിടയിൽ എന്താ ചോദ്യം? നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് എന്താ പ്രശ്നം എന്നാണ്. മുസ്ലിം ഉമ്മത്ത് അത് ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ്. സ്കൂളുകളിലൊക്കെ നിങ്ങളെ പോലെയുള്ള മുസ്ലിം കുട്ടികളും മുസ്ലിം അധ്യാപകന്മാരും ടീച്ചർമാരുമല്ലേ തുള്ളിച്ചാടുന്നത്? എന്താ നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് അവർ നേടിയ വിജയം. നമ്മുടെ സമൂഹത്തിൽ നമ്മെ തകർക്കാൻ നമ്മളായിട്ട് കോടാലി കൈകളായി മാറുകയാണ്. നമ്മെ വെട്ടിക്കൊല്ലാനുള്ള കോടാലി കൈകൾ നമ്മൾ കൊടുത്തിരിക്കുന്നു. മുസ്ലിം ഉമ്മത്താ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കളിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ വേഷം ധരിക്കണ്ട, ആണും പെണ്ണുമൊക്കെ ഒരേ വേഷം ധരിച്ചാ മതി. യൂണിഫോം ആ വിഷയത്തിൽ ഇനി പെണ്ണിന് വേറെ ഒന്നില്ല, ആണും പെണ്ണൊക്കെ ഒരേ വേഷം ധരിച്ചാ മതി എന്നാണ്. രക്ഷിതാക്കളെ, നിങ്ങൾ അനുകൂലിച്ചില്ലേ? നിങ്ങളുടെ മക്കൾ ആ വേഷവുമായി പറഞ്ഞേച്ചില്ലേ? ഇതാണ് നമ്മുടെ പരാജയം. എന്തേ? അതിനെ എതിർത്ത് നിന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദുന്യാവ് നഷ്ടപ്പെടും. അല്ലേ? നിങ്ങളെ പഴഞ്ചനെന്ന് ആളുകൾ വിളിക്കും, നിങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കും, നിങ്ങളെ താലിബാനി എന്ന് വിളിക്കും, നിങ്ങളെ ഭിന്നിപ്പുകാരൻ എന്ന് വിളിക്കും, ലോകം തിരിയാത്ത 6ാം നൂറ്റാണ്ടുകാരൻ എന്ന് നിങ്ങളെ വിളിക്കും. അത് പേടിച്ചിട്ടല്ലേ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കൾക്കും ആൺമക്കളുടെ യൂണിഫോം ധരിപ്പിച്ചുകൊണ്ട് സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത്? അനുവദിച്ചുകൂടായത്. മാറ്റം വരണം. അതേപോലെ തന്നെ എന്റെ കുട്ടി സൂംബ ഡാൻസ് കളിക്കണ്ട, ഞാനതിന് തയ്യാറല്ല എന്ന് ആണത്തത്തോടെ നട്ടല്ലോടെ പറയാൻ ആർജവമുള്ള രക്ഷിതാക്കൾ നമ്മുടെ രാജ്യത്തുണ്ടാകണം. ആർജവമുള്ള രക്ഷിതാക്കൾ ഉണ്ടാകണം.
വേണ്ടെങ്കിൽ കളിക്കണ്ട, നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ നമസ്കാരത്തിൽ പറയുന്നത് റഹ്മാനായ റബ്ബേ വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്നാണ്, നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണെന്നാണ്. അത് പറയുന്ന ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്റെ കുട്ടി അതുകൊണ്ട് പങ്കെടുക്കില്ല എന്ന് എനിക്കത് പറയാനും സ്കൂളിൽ പോകുന്ന നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്ക്. ഞാനിവിടെയുള്ള ചില ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ ചോദിച്ചു, നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ ഈ നടപ്പാക്കിയിട്ടുണ്ടോ? കുട്ടികൾ പറയുന്നു ഉണ്ട്, ഞങ്ങളൊന്നും പോകാറില്ല, പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് അത് കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു നോട്ടമാണ്, ഞങ്ങളെ ഒരു പരിഹാസമാണ് എന്ന്. ആ മക്കൾക്ക് നിങ്ങൾ ധൈര്യം പകരണം. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒരധ്യാപകന്റെയും ഒരു മന്ത്രിയുടെയും ഒരു ഭരണാധികാരിയുടെയും ഒരു ഇഷ്ടത്തിനും നിന്നു കൊടുക്കരുത്. എന്റെ റബ്ബിന് ഇഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ എന്നുള്ളത് എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനർത്ഥം എന്റെ വിശ്വാസത്തിന് എതിര് ചെയ്യുന്നവരെ ഞാൻ ആയുധമെടുത്ത് തകർക്കുമെന്നല്ല, ഞാൻ അവർക്കെതിരെ ആയുധമെടുത്ത് പോരാടുമെന്നല്ല, മറിച്ച് എന്റെ വിശ്വാസത്തെ എനിക്ക് കാത്തു സൂക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതുപോലെ അവരുടെ വിശ്വാസത്തെ അവർക്ക് കാത്തു സൂക്ഷിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഈ ഒരു നിലപാട് ഉമ്മമാര് സ്വീകരിക്കണം. നിങ്ങളുടെ മക്കൾ അതിന് തുള്ളാൻ പോകരുത്. നിങ്ങളുടെ മക്കളെ അനിസ്ലാമിക വേഷം ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞേക്കരുത്. നിങ്ങളുടെ മക്കൾ സ്റ്റഡി ടൂറിന് പോകുമ്പോ DJ പാർട്ടികൾക്കനുസരിച്ചുകൊണ്ട് വാഹനത്തിൽ വലിയ ലൈറ്റുകളിട്ട് പുകയുമിട്ട് ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് മതോന്മത്തരായി തുള്ളിച്ചാടുന്ന സ്റ്റഡി ടൂറുകൾക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അരുത് മോനെ, നമുക്കത് പറ്റില്ല എന്ന് പറയാൻ, അത് മക്കളോട് ഉപദേശിക്കാൻ അതിന് മാത്രം മതബോധമുള്ള, പരലോകബോധമുള്ള, പടച്ചവനെ പേടിയുള്ള രക്ഷിതാക്കളും മക്കളും തലമുറകളുമായിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ വളരേണ്ടത്. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞതാണ് പ്രശ്നം. എതിർക്കാൻ നമുക്ക് പറ്റാതാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത്. ഒരു വിവാഹത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയോ? ഒരു വിവാഹ മേഖലയിൽ ഒരു വിവാഹ മണ്ഡപത്തിലോ പന്തലിലോ പോയി ഇരിക്കാൻ നമുക്കിന്ന് കഴിയുമോ? എന്താ കാരണം? പേരിന്നവിടെ ഒരു മൗലവി, ഒരു മുസ്ലിയാരി അറബിയിലോ മലയാളത്തിലോ എന്തൊക്കെയോ ചില ഹുത്ബ എന്നുള്ള പേരിൽ ഒരു ചടങ്ങ് നിർവഹിച്ച് അയാളാണ്ട് ഇറങ്ങിപ്പോവും. പിന്നെ അവിടെ നടക്കുന്നത് മുഴുവനും ചെകുത്താൻ ഇഷ്ടമുള്ള തുള്ളലുകളും ചാട്ടങ്ങളും പാട്ടുകളുമാണ്. ആ വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചതിൽ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തമെന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടെയാണ് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായ നിലയ്ക്ക് തന്നെ നിർവഹിക്കുവാൻ നമ്മളാണ് തയ്യാറാവേണ്ടത്. അതുകൊണ്ട് തന്നെ വിവാഹവേദികളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എന്ത് നടക്കുന്നുണ്ടോ അതിന്റെ ഒപ്പം കൂടിയായി നമ്മൾ മാറരുത്. ഞാനതിലില്ല, എന്റെ മക്കൾ അതിലില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ഉപ്പയുടെയും ഉമ്മയുടെയും കടമയാണ്. അതല്ലാതെ അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ന്യൂ ജനറേഷൻ അല്ലേ? അവരുടെ കൂടെയൊക്കെയാണ് നിന്നു കൊടുക്കാതെ നമ്മളായിട്ട് അതിനെയൊക്കെ എതിർത്താൽ ഇപ്പോഴത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? നിങ്ങളെ ഈ ഖുർആനും ഹദീസൊക്കെ പറഞ്ഞിങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നാ മതി, ഇതൊന്നും ഇന്നത്തെ തലമുറ സ്വീകരിക്കൂല എന്നും പറഞ്ഞിട്ട്, എന്നാ പിന്നെ മക്കളെ അടിച്ചു പൊളിക്ക് എന്നും പറഞ്ഞിട്ട് ബാപ്പ എന്ന് പറയുന്ന, ഉമ്മ എന്ന് പറയുന്നവർ നട്ടെല്ലില്ലാതെ സർവ്വ തിന്മകൾക്കും തോന്നിയാസങ്ങൾക്കും മൗനം പാലിക്കുകയാണെങ്കിൽ പരലോക കോടതിയിൽ നിങ്ങൾ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെടേണ്ടി വരിക, അട്ടഹസിക്കേണ്ടി വരിക, നിലവിളിക്കേണ്ടി വരിക എന്ന് മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഇസ്സത്തോടെ അന്തസ്സോടെ ജീവിക്കുന്ന ഒരു സമൂഹമായി മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളും അപാകതകളും പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. നാം വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല കാര്യങ്ങൾ എന്ന്
ബുദ്ധിയും തൻ്റെ ഇടവും പക്വതയുമുള്ളവർക്ക് ഈ സംസാരത്തിൽ നിന്ന് ഗ്രഹിക്കാനായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയലാണോ നമുക്കുള്ള അതിനുള്ള പരിഹാരങ്ങളില്ലേ? തീർച്ചയായും പരിഹാരമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മരണചിന്ത അധികരിപ്പിക്കണം എന്ന്. ദുനിയാവിനോടുള്ള മോഹം കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകുന്നതെങ്കിൽ അതിനെ തടയിടുവാനുള്ള ഏക മാർഗം, ഏത് സമയത്തും ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വായു ഡിസ്കണക്റ്റ് ആവാം, ഞാൻ മരിക്കാം, തൊട്ടടുത്ത സമയം ഞാൻ ഖബറിലേക്ക് എത്താം എന്ന ബോധത്തോടെ ജീവിക്കലാണ്. അതിനിവിടെ ആര് തയ്യാറാകുന്നുവോ അവർക്ക് വിജയം വരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നടക്കുന്ന ഏതൊരു കാര്യത്തിനും കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മളെല്ലാവരും കുടുംബസമേതം എടുക്കേണ്ട ഒരു പ്രതിജ്ഞ, ഞാനും എൻ്റെ മക്കളും റബ്ബിനിഷ്ടമില്ലാത്തത് ചെയ്യില്ല എന്ന ദൃഢമായ തീരുമാനം എടുക്കാൻ ഓരോ രക്ഷിതാക്കൾക്കും സാധ്യമാകണം. തിന്മയിലേക്ക് ഒഴുകിപ്പോകുന്ന ആയിരങ്ങളിൽ നിന്ന് വേറിട്ട ഒരാളായി നിൽക്കുവാനുള്ള ഈമാനികമായ നട്ടെല്ലും അതുപോലെയുള്ള കരുത്തും നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. നേരെമറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാനാ, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ മാത്രമേ നടക്കൂ. എതിർത്തിട്ടൊന്നും കാര്യമില്ല, അവരുടെ ഇഷ്ടങ്ങൾ നടക്കട്ടെ, അവര് പുതിയ തലമുറയല്ലേ തുടങ്ങിയ ദുർന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് താങ്ങാവാനും മൗനം പാലിക്കാനുമാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കനത്ത വിലയും മട്ടഹാസവും പരലോക കോടതിയിൽ വരാനിരിക്കുന്നു. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ച ഒരു സൂക്തം, അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വഖാലല്ലദീന കഫറു, മഹ്ശറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിന്റെയും നിങ്ങളുടെയും വീടുകളിൽ അതിന്റെ കോപ്പികളുണ്ട്, എടുക്ക്, മറിച്ചു നോക്ക്. എന്താ അവിടെ അല്ലാഹു പറയുന്നത്? വഖാലല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ, റബ്ബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയ തെമ്മാടികളായ ധിക്കാരികളായ ആണാവട്ടെ പെണ്ണാവട്ടെ അവരൊക്കെ പറയും ശിക്ഷണ് കാണുമ്പോ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അരിനാ, നീ ഞങ്ങൾക്ക് കാണിച്ചതായോ അല്ലദൈനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി, ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിക്കാതെ, നേർവഴി കാണിക്കേണ്ട കാലത്ത് ഞങ്ങൾക്ക് നേർവഴി ഉപദേശിക്കാതെ, ഞങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് താങ്ങായും തണലായും നിന്ന, ഞങ്ങളെ കുറിച്ച് ഉപദേശങ്ങളൊന്നും നടത്തി ഞങ്ങളെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ തയ്യാറാവാതെ, ഞങ്ങൾ പിഴക്കാൻ കാരണക്കാരായ ഞങ്ങളുടെ ഉപ്പയായാലും ഉമ്മയായാലും ആരാവട്ടെ അവരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? എന്തിനാ നജഅൽഹുമാ, ഞങ്ങൾ അവരെ ആക്കട്ടെ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാലിന്റെ ചോടെ, ഞങ്ങൾ അവരുടെ നെഞ്ചത്ത് കയറിയിട്ടൊന്ന് ചാടട്ടെ, ഞങ്ങളവരുടെ ശരീരത്തിൽ കയറി ഒന്ന് ചവിട്ടി മെതിക്കട്ടെ. ഉമ്മ, നിങ്ങളാണ് ഞാൻ ഇങ്ങനെയാവാൻ കാരണം. ഉപ്പ, നിങ്ങളാണ് ഞാൻ ഇങ്ങനെയാവാൻ കാരണം. ഹേ, നിങ്ങളാണ് ഞങ്ങളെ ഇങ്ങനെ കോലത്തിലാക്കിയത്. ഉപദേശിക്കേണ്ട സമയത്ത് ഗൗരവത്തോടെ പറഞ്ഞു തരാതെ, പഠിപ്പിച്ചു തരാതെ, ഞങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട് ഞങ്ങളെ കയറൂരി വിട്ടത് നിങ്ങളാണ്, അനുഭവിക്കടാ എന്ന് പറഞ്ഞ് ഉമ്മയുടെയും ഉപ്പയുടെയും പിഴപ്പിച്ച ആരൊക്കെയുണ്ടോ അവരുടെ നെഞ്ചത്ത് ചാടി കയറിയിട്ട് ചവിട്ടി മെതിക്കാൻ നീ ഞങ്ങൾക്കൊരവസരം തായോ എന്ന് അവിടെ വെച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ഇവര് അള്ളാഹുവിനോട് പറയുമെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനത്തെ മക്കളാണോ വേണ്ടത്? അതോ നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിങ്കൽ വന്നും അല്ലാതെയും റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ, എനിക്കും എന്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് മനസ്സ് പൊട്ടിക്കരയുന്ന മക്കൾ വേണോ? അതോ ഇങ്ങനെ നമ്മെ മരണശേഷവും ജീവിച്ചിരിക്കുന്ന കാലത്തും ശപിക്കുന്ന മക്കൾ വേണോ? തിരഞ്ഞെടുത്തോളൂ, സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. പറയേണ്ട ഉത്തരവാദിത്വം നമ്മൾ പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതൊരു പരീക്ഷണമാണ്. നമ്മൾ ആലോചിക്കണം, ദുന്യാവ് തന്നെയും ഒരു പരീക്ഷണമാണ്. ഇവിടെ ഈ നടപ്പാക്കുന്ന പരിഷ്കരണങ്ങളും ഇവിടെ കൊണ്ടുവരുന്ന തോന്നിവാസങ്ങളും ലിബറൽ മതക്കാരുടേതായ തത്വങ്ങളുമൊക്കെ വിശ്വാസികൾക്കൊരു പരീക്ഷണമാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഒരിക്കലും വിശ്വാസികളെ വെറുതെ വിടൂല, അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തിനാണ് റബ്ബ് പരീക്ഷിക്കുന്നത്? എന്താ അള്ളാഹ് നോക്കുന്നത്? വൃത്തികെട്ടത് ഏതൊക്കെയാണ്, നല്ലത് ഏതൊക്കെയാണ് എന്ന് വേർതിരിക്കുന്നത് വരെ അള്ളാഹ് നിങ്ങളെ വെറുതെ വിടൂല. ഓരോ പ്രശ്നങ്ങളും വരുമ്പോ അള്ളാഹ് നോക്കാണ്, ഇന്ന കുടുംബക്കാരി എന്തിന്റെ പിന്നാലെയാണ്, ഈ രക്ഷിതാവ് ഏതിന്റെ പിന്നാലെയാണ്, ഈ ഉമ്മ ഏതിന്റെ പിന്നാലെയാണ്, ഈ മക്കൾ ഏതിന്റെ പിന്നാലെയാണ്.
ആ രൂപത്തിൽ നല്ലതേത് വൃത്തികെട്ടതേത് എന്നിങ്ങനെ കല്ലും നെല്ലും വേർതിരിച്ച് അറിയാനുള്ള ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു പരീക്ഷണം വരാതിരിക്കില്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു തആല പറയാണ്, 3-ാമത്തെ അധ്യായം ആല ഇംറാൻ 179-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കൂ, അല്ലാഹുവിന്റെ മുർസലീങ്ങളിലും വിശ്വസിക്കൂ. അങ്ങനെ വഇൻ തുഅ്മിനൂ, നിങ്ങൾ യഥാർത്ഥ ഈമാനുള്ളവരാണെങ്കിൽ, വതത്തഖൂ, പാപങ്ങളിലേക്കും തിന്മകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും പോകാതെ തഖ്വ പാലിക്കുന്നവരുമായിട്ട് നിങ്ങൾ ജീവിക്കാൻ സന്നദ്ധരാണെങ്കിൽ, ഫലക്കും അജ്റുൻ അളീം, നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. സൂറത്തു ആല ഇംറാൻ 179-ാമത്തെ സൂക്തം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തരും തീരുമാനമെടുത്തോളൂ. ഇത് ദുന്യാവാണ്, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ വിജയിച്ചാൽ ഖബറിൽ ജയിക്കും, പരലോകത്ത് ജയിക്കും. ഇവിടെ ഒപ്പം കൂടിയായി തോറ്റാൽ മരണനേരത്തെ അട്ടഹസിക്കും, ഖബറിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, മഹ്ശറിൽ പൊട്ടിക്കരയേണ്ടി വരും, കാലാകാലം നരകാഗ്നിയിൽ ഒടുങ്ങേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി മതമെന്താണെന്ന് സ്വയം പഠിക്കുക, മക്കളെ പഠിപ്പിക്കുക, ഉത്തരവാദിത്തം നിർവഹിക്കുക, നന്മകളോട് സമ്പൂർണമായും സഹകരിക്കുക, തിന്മകളോട് സമ്പൂർണ്ണ നിസ്സഹകരണം പാലിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, അപാകതകൾ പുറത്തു തരുമാറാകട്ടെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പലരും ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളും പിടിപെട്ടുകൊണ്ട് ആസ്പത്രികളിലും വീടുകളിലും ഒക്കെ വിശ്രമിക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെ അസുഖങ്ങൾ എത്ര ഗുരുതരമാണെങ്കിലും എല്ലാം ശിഫയാക്കുവാൻ കഴിവുള്ള ഷാഫിയായ അല്ലാഹുവേ, നീ അവർക്കെല്ലാം പരിപൂർണമായും ശിഫ നൽകണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുവര്യന്മാർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നീ നിന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.